ആത്മനമസ്കാരം. ഈ 2024 നമ്മൾ വിട പറഞ്ഞിട്ട് 2025 നമ്മൾ വരവേൽക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു പ്രോസ്പെരിറ്റി, അബൻഡൻസ്, എല്ലാ ഹാപ്പിനെസ്സും, ജോയ്, ഗ്രോത്ത്, വെൽത്ത്, എല്ലാം, ഗുഡ് ഹെൽത്ത് എല്ലാം ആശംസിക്കുന്നു. അപ്പം നമുക്ക് ഈ ന്യൂ ഇയർ ദിനത്തിൽ നമ്മളോട് യൂണിവേഴ്സിന് എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ യൂണിവേഴ്സിന് തരാനുള്ള ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഈ കാർഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ശരിക്കും സ്റ്റെബിലിറ്റി ആൻഡ് നേർച്ചറിങ് അബൻഡൻസ് ആണ്. അതായത് ഒരു സ്ഥിരതയും സമൃദ്ധിയുമാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ പിക്ചർ നമുക്ക് നോക്കിയാൽ കാണാം, ഒരു ക്വീൻ ഒരു സിംഹാസനത്തിലിരിക്കുകയാണ്. അത് ആ ഭൂമിയായിട്ടുള്ള ബന്ധവും മെറ്റീരിയൽ വെൽത്തും ആണ് അത് പ്രതിഫലിക്കുന്നത്. കയ്യിലാണെങ്കിൽ ഒരു പെൻറ്റക്കിൾസ് ഉണ്ട്. ആ പെൻറ്റക്കിൾസ് ശരിക്കും എന്തിനെയാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ പ്രകടനത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ്. അതായത് എന്താ പറയുക, മാനിഫെസ്റ്റേഷൻ, ശരിക്കും മാനിഫെസ്റ്റേഷൻ്റെയും പ്രോസ്പെരിറ്റിയുടെയും റെപ്രസെൻ്റ് ചെയ്യുന്നൊരു കാര്യമാണ് കയ്യിലുള്ള പെൻറ്റക്കിൾ എന്ന് പറയുന്നത്. നമുക്ക് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് കിട്ടിയത് നമ്മുടെ സമൃദ്ധി, പോഷണം, പ്രായോഗികത, ഇതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ എല്ലാ ഗുണങ്ങളെയും ഉൾക്കൊള്ളാനായിട്ട് നമ്മളെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ കാർഡ് നമ്മളെ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ക്വീൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതികവും ആത്മീയവുമായ പ്രവർത്തനങ്ങളിൽ അതിലൊരു ബാലൻസ് കണ്ടെത്താനായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആഴത്തിലുള്ള ഉത്തരവാദിത്വവും കഴിവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ് ആ ഒരു നമ്മളുടെ വിഭവങ്ങളുടെ ചുമതല ഏറ്റെടുക്കാനായിട്ടും സുസ്ഥിരമായ അടിത്തറ സൃഷ്ടിക്കാനും നമ്മളെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ നന്ദി.